അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ചരിഞ്ഞ കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ആനയുടെ ജഡം സംസ്കരിക്കാനുള്ള നടപടികൾ കോടനാട് അഭയാരണ്യത്തിൽ തുടരുകയാണ്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. കോടനാട് നിന്ന് അമൽ, ഈ മരണകാരണം അല്ലെങ്കിൽ ഈ ആനയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ വരെ അതിന് കുഴപ്പമുണ്ടായിരുന്നില്ല, അത് എന്താണ് അതിൻ്റെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് അത് കുഴഞ്ഞു വീണു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തു സംഭവിച്ചുവെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വനം വകുപ്പിന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് പറയാൻ കഴിയുന്നുണ്ടോ? വിജയകുമാർ, ഇന്ന് 6 മണിയോട് കൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നെത്തിയ വിദഗ്ധരായിട്ടുള്ള വെറ്റിനറി സർജൻമാരുടെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. ഇതേ തുടർന്ന് ആണ് ഇപ്പോൾ 2 മണിക്കൂറിന് എടുത്ത് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ ആനയുടെ ജഡം സംസ്കരിക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ആനയുടെ ജഡം കുഴിച്ചിടുവാനാണ് എന്തായാലും വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ സ്ഥിതിക്ക് ആനയുടെ മരണകാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുവാൻ ഇനിയും സമയമെടുക്കും. കാരണം ആനയുടെ സാമ്പിൾസ്, അതായത് ആനയുടെ ആന്തരിക അവയവങ്ങളുടെയും മറ്റും സാമ്പിൾസ് എടുത്ത് പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. എന്നാൽ പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിൽ നിന്നുള്ള പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത് ആനയുടെ മസ്തകത്തിലുണ്ടായിരുന്ന മുറിവ്, ആ മുറിവിനെ തുടർന്നുണ്ടായ അണുബാധ എന്നതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം നിലനിൽക്കുന്നത്. അപ്പോൾ തന്നെയും ഹൃദയാഘാതം എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ സാമ്പിൾസ്, ആനയുടെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചതിന്റെ റിസൾട്ട് വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വിദഗ്ധ സംഘം തൃശ്ശൂരിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നലെ രാത്രി തൊട്ട് ആന അവശ നിലയിൽ തന്നെയായിരുന്നു. തീറ്റ എടുക്കുന്നുണ്ടായിരുന്നു എങ്കിൽ തന്നെയും അവശ നിലയിൽ തന്നെയായിരുന്നു ആന ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്നുണ്ടായ ഒരു മരണം എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സാധ്യതയാണ് ഹൃദയാഘാതത്തിലേക്കൊക്കെ നയിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി തൊട്ട് ആന അവശ നിലയിൽ തന്നെയായിരുന്നു. ശരി അമൽ, എന്തായാലും അതിന്റെ എന്താണ് സംഭവിച്ചത് എന്നത് അല്പസമയത്തിനകം, ഒരുപക്ഷെ ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി അല്പസമയത്തിനകം അറിയാൻ കഴിയും. മരണകാരണമൊക്കെ ശാസ്ത്രീയമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കും. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.